വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കണം. ചെറിയ ജലദോഷത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏകദേശം ഒരു 9 കൊല്ലമായി ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്തു തുടങ്ങിയിട്ട്. ടിക്ടോക്ക് മുതൽ കൂട്ടുകയാണെങ്കിൽ കേട്ടോ, അന്ന് മുതൽ എൻ്റെ ഈ ഒരു യാത്ര കാണുകയും അതിൽ പലപ്പോഴും ഭാഗമാവുകയും അതിൽ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും സപ്പോർട്ടും ചെയ്ത ഒരാളെയാണ് ഞാൻ ഇന്ന് ഹോട്ട് സീറ്റിലോട്ട് വെൽക്കം ചെയ്യുന്നത്. ബീന ടീച്ചർ വരൂ, എൻ്റെ സ്വന്തം മാതാശ്രീ. അമ്മേനോട് ഞാൻ നമ്മുടെ ചാനലിലൊരു വീഡിയോ ചെയ്യാമെന്ന് കുറേ കാലമായിട്ട് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അമ്മ ഇതുവരെ ഒരു താല്പര്യം അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല. എന്താണ് താല്പര്യം പ്രകടിപ്പിക്കാത്തത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയേണ്ടത് ഇതിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയൊരു പൊസിഷനിലുള്ളവരുടെ ചോദ്യങ്ങളൊക്കെ അല്ലേ ആൾക്കാർ ഉത്തരങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം അമ്മേനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് മറുപടി പറയാൻ മാത്രം ഒരു പൊസിഷനിൽ അമ്മ എത്തിയിട്ടില്ല എന്നാണ് അമ്മ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അമ്മേനെ ഇട്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ചെയ്യാം, നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, നമുക്ക് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാം, ചോദ്യം ചോദിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ചാൽ മറുപടി അറിയാൻ പ്രയാസമൊന്നുമില്ല. ഞാൻ എല്ലാവരോടും ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ടീച്ചറല്ലേ, കുട്ടികളോടൊക്കെ ചോദ്യം ചോദിക്കും, മറുപടി അവർ പറയും. പക്ഷെ അമ്മയുടെ മറുപടികൾ എപ്പോഴും വളരെ ഷോർട്ടാണ്. അമ്മ അങ്ങനെ അല്ലേ എലോബറേറ്റ് ചെയ്ത് അങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളയുന്ന ഒരാളല്ല. പണിയെടുത്തിട്ടാണ് നമ്മൾ സമയം കളയുക. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ റിപ്പീറ്റേഷൻ വരാനുള്ള സാധ്യതയില്ല. കാരണം ആദ്യമായിട്ടാണ് അമ്മ ഇത്ര നേരം നമ്മുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത് സമ്മതിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ അത്രയധികം സമയമെടുത്ത് എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ ലൈക്സ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് എന്താ പറയുക, രസമുണ്ട് എന്ന് തോന്നി, അമ്മയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ വർത്താനം പറഞ്ഞ് അമ്മേനെ ബോറടിപ്പിക്കുന്നില്ല. കാരണം അമ്മ ആവശ്യത്തിന് മാത്രം സംസാരിക്കും, ആവശ്യത്തിന് മാത്രം വർത്താനം പറയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. വീട്ടിലൊക്കെ കുതിര കളിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്ന് തുടങ്ങാം. ആദ്യത്തെ ദിവസം ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കാൻ. അതിനു മുന്നേ അമ്മയ്ക്ക് എന്താണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്? എൻ്റെ വീഡിയോ കാണുന്നവരെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? എല്ലാവരും വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ അങ്ങനത്തെ വർത്തമാനത്തേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അനില ഷാജിയാണ്. ഐഷുവിൻ്റെ ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഓർ സ്വഭാവം, അതുപോലെ ഇഷ്ടപ്പെടാത്തതും. രണ്ടാമത്തത് ഇങ്ങനെ ഒഴുകൂട്ടോ, ആദ്യത്തെ കുറച്ച് ചിന്തിക്കേണ്ടി വരും. പിന്നെ ആസ് എ ടീച്ചർ ഇൻ പ്രൊഫഷൻ, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ ഐഷു ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു ആസ് എ മോം അമ്മയുടെ ഒപ്പീനിയൻ? അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നോ? ആൻഡ് ഹൗ യു ഫീൽ അബൌട്ട് ഐഷു നൗ? ഈ ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ നമ്മുടെ കോമൻസിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താണ് ഫീൽ ചെയ്തത്? എല്ലാവരെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് അനിലയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താങ്ക് യു അനില ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. എന്നിട്ട് അമ്മ മറുപടി പറയും. വലിയ ഇതൊരു ചോദ്യമല്ല, 2-3 ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം, ഐഷുവിൻ്റെ ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഓർ സ്വഭാവം? അവൾക്ക് ധാരാളം ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട് എന്നുള്ളതാണ്. അത് പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ അങ്ങനെയാണ്. ധാരാളം ഫ്രണ്ട്സ് എപ്പോഴും വീട്ടിൽ വരും, താമസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ, ഇതിപ്പോൾ ഒരു വിദേശ രാജ്യമല്ലേ, ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് നിനക്ക് ഈ ഫ്രണ്ട്സ് അത്രയൊന്നും ഉണ്ടാവില്ല എന്നാണ്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ വീഡിയോയിലും പിന്നെ അവൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതും അത് ഇത്രയും അധികം നല്ല സൗഹൃദങ്ങളുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ്. ദിവസം വീട്ടിൽ ഗസ്റ്റ് ഉണ്ടാവാറുണ്ട്. അത് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം പുറം രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടതിൻ്റെ ഒരു പ്രയാസം ഇവിടെ ഇല്ല. എന്തിനും എല്ലാത്തിനും നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഡെലിവറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പെയിൻ വന്ന മുതൽ ഉള്ള ആഘോഷങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും എല്ലാവരും ഉണ്ട്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് വെളിപ്പുറത്ത് ആൾക്കാരുണ്ട്. അപ്പോൾ അത് വളരെ ഈ പുറത്ത് താമസിക്കുമ്പോൾ വളരെയധികം
സന്തോഷമാണ് നമുക്ക് നാട്ടിലിരിക്കുമ്പോൾ. അങ്ങനെ ഒരു സൗഹൃദ വലയം ഇവിടെ ഉണ്ടെന്ന് അറിയണതുകൊണ്ട്. അമ്മയ്ക്ക് പൊതുവേ ഇങ്ങനെ സമയം എടുത്തിട്ട് ആൾക്കാരുടെ അടുത്ത് എന്താ പറയുക ഇടപെടുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ എത്തിയിട്ട് ഇവരെയൊക്കെ ഇങ്ങോട്ട് അമ്മേനെ ഓവറായിട്ട് ഹെഡ് ചെയ്തിട്ട് തോന്നുന്നു. അമ്മ വളരെ കംഫർട്ടബിൾ ആണ് എല്ലാവരും അല്ലേ? അമ്മ ഇവിടെ നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാരാ? എല്ലാവരും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നാലും അമ്മയ്ക്ക് ഇവിടെ കൂടുതൽ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത് എപ്പോഴും പ്രതുവും പിന്നെ അൻഷിഫയും ഷെറീറൊക്കെയാണ്. അപ്പോൾ അവരാണ് കൂടുതൽ പ്രാവശ്യം ഇവിടെ വീട്ടിലാരെ അംഗങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്നിട്ട് എപ്പോഴും എല്ലാ നേരവും ഇവിടെ ഇടപെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരായിട്ടൊരു കൂടുതൽ അടുപ്പം തോന്നിയിട്ടുണ്ട്. പിന്നെ ദീപ അതേപോലെ നമുക്ക് ആദ്യം മുതൽ തന്നെ പരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരെയും പേര് പറയേണ്ടി വരും. എല്ലാവരും ഗീതുവിനെ പറയാത്ത എന്താ പറയുക? ഗീതൂടെ ഗീതൂടെ അന്ന് ഡെലിവറി സമയത്തൊക്കെ ഇവിടെ അവസാനം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഉണ്ടായിരുന്നത് പ്രതുവാണ്. പ്രതു ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്നിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഗ്രോസറീസ് ഒക്കെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രതുവായിരുന്നു. വിഷ്ണുവിനോട് പറയണ പോലെ തന്നെ എന്ത് കാര്യം വേണമെങ്കിലും പ്രതുവിനോട് പറഞ്ഞ അപ്പോൾ പ്രതുവിടെ കൊണ്ടുതരുമായിരുന്നു. ഇനി രണ്ടാമത്തേത് അമ്മ കുറച്ച് ആലോചിച്ചല്ലോ. ഇനി ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഞാൻ പറയാം ആദ്യം. ഞാൻ മനസ്സിൽ ഗസ് ചെയ്ത് വെക്കുക വന്നത് തന്നെയാണ് അമ്മ പറയാന്ന് ഞാൻ നോക്കട്ടെ. ദേഷ്യം. അതെ, വളരെയധികം ഈ കാണുന്ന പോലെ തന്നെയാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് ഈ സൗഹൃദങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇടയ്ക്കൊരു ദേഷ്യം വരാനുണ്ട്. ആ ദേഷ്യം വളരെ എക്സ്ട്രീമാണ്. പക്ഷേ അത് ഇപ്പോൾ കുറേ കുറഞ്ഞിരിക്കണം. നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറേയും കൂടെയൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ പ്രായം വന്നതുകൊണ്ടോ അതോ ഇനി വിഷ്ണുവിൻ്റെ ഇടപെടൽ കാരണമോ എന്തോന്നറിയില്ല, അതിനൊക്കെ മയപ്പ് വന്നിരിക്കണം. എന്നാലും ചില സമയങ്ങളിൽ അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നും. എനിക്ക് ദേഷ്യം പൊതുവേ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, ദേഷ്യം എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പം പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം ദേഷ്യം എനിക്ക് ഒരാളോട് മാത്രമേ വരാറുള്ളൂ. ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. അമ്മ ഉണ്ടല്ലോ ഇട്ട് ചൊറിയ മനുഷ്യനെ. അപ്പൊ ഒരു തവണ വേണ്ട, 2 തവണ വേണ്ട, 3 തവണ വേണ്ട, 4 തവണ വേണ്ടെന്ന് പറഞ്ഞാല് പിന്നെ അമ്മ ഒരേ കാര്യം പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ചൊറിയൊന്നല്ല ചെയ്യേണ്ടത്. ചില നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ നേരം കഴിഞ്ഞാലും ചെയ്യാതെ കാണുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് പറയും ചെയ്യണമെന്ന്. അത് കാണുമ്പോൾ നിനക്ക് ചൊറിയേണ്ടി തോന്നുന്നതാണ്. അല്ലാതെ ഞാൻ ഒന്നും തന്നെ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യവും അത്. അതായത് രാവിലെ ദോശ കഴിക്കുക, അങ്ങനത്തെ നിർബന്ധം. ഇന്നലെ ഞാൻ അമ്മയും കൂടെ അടിയായിരുന്നു. അമ്മ ദോശ കഴിക്കാൻ വിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. 11 മണി 11:30 കനത്തിൽ വിളിക്കും. അതെല്ലാ വീട്ടിലും പതിവല്ലേ. 11:30 മോളെ വരൂ ദോശ കഴിക്കൂ. അപ്പോൾ ദേഷ്യമാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എത്രയോ കൺട്രോൾഡ് ആണ്. എന്താ പറയുക, ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു സാധനമാണ്. എന്നെക്കാൾ നന്നായിട്ട് അച്ഛൻ ദേഷ്യപ്പെടും, അതിനേക്കാൾ നന്നായിട്ട് രോഹിത് ദേഷ്യപ്പെടും അല്ലേ? ദേഷ്യമുണ്ട്. അല്ല അമ്മ രോഹിത്തിന് ദേഷ്യമുണ്ടെന്ന് സമ്മതിക്കും. ഞാനും അച്ഛനാണ് ദേഷ്യം. പിന്നെ ഈ ദേഷ്യം കുറേ മാറും. കാരണം യുവി വളർന്നു വരുമ്പോൾ ഒന്നെ കുറേ ചാട്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ദേഷ്യം ഉണ്ടെങ്കിലോ പിന്നെ എൻ്റെ ദേഷ്യം കുറയ്ക്കേ നിവൃത്തിയുള്ളൂ. അതെ, അപ്പം അതന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒട്ടും നല്ല സ്വഭാവമല്ലാതെ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ ഭാഗത്തുനിന്ന്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയും. അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? അങ്ങനെ എൻ്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാത്ത എൻ്റെ ബുദ്ധിമുട്ട് ഒരു ദിവസം മൊത്തം എനിക്കുണ്ടാവും. അങ്ങനെയായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞ കോംപ്രമൈസ് ആക്കി സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം അങ്ങനെ കച്ചറയാവും. അപ്പോൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചില നിമിഷങ്ങളിൽ അങ്ങോട്ട് പൊട്ടിപ്പോകും. അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലേ? അമ്മയ്ക്ക് പിന്നെ ദേഷ്യം വരില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ 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 മാന്തും. നമുക്ക് നമ്മുടെ നിയന്ത്രണം വിടാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്ക്. നമ്മുടെ നിയന്ത്രണം വിടില്ല. ദോശ കഴിക്കൂ 9 മണിക്ക് 11 വരെ അമ്മ തന്നെ പറയും. നിയന്ത്രണം വിടരുത്. നമ്മളെപ്പോഴും വികാരജീവികളാവരുത്. വിചാരമാണ് കൂടുതൽ നമ്മളെ നയിക്കേണ്ടത്, അല്ലാണ്ട് വികാരങ്ങളാണ്. ഞാൻ ഏതൊരാള് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് ഇമോഷൻ സ്റ്റേബിൾ അല്ലാത്ത സമയത്ത്, അതായത് ഇമോഷണലി സോബർ എന്നാണ് അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അതല്ലാത്ത സമയത്ത് നമ്മളൊന്നും സംസാരിക്കരുതെന്ന്. അതിപ്പോൾ ദേഷ്യമോ വിഷമോ എന്ത് വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കുറേ നമുക്ക് വെൻ്റ് ഔട്ട് ചെയ്യാൻ തോന്നും. അതും ശരിയാണ്, എനിക്കറിയില്ല. ഞാൻ എന്തായാലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്ക് ചെയ്യാറ്, ഇടയ്ക്ക് നമുക്ക് പൊട്ടിത്തെറിക്കും തോന്നുമ്പോൾ ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ നോക്കിക്കും. അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവും. അതാണ് എനിക്കിപ്പോൾ വർക്കൗട്ട് ആവുന്ന ഒരു രീതി, ആ മൊമെൻറ്റിലുള്ള റെസ്പോൺസിനെക്കാളും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അല്ല, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല, സോറി കേട്ടോ. പിന്നെ ആസ് എ ടീച്ചർ ഇൻ പ്രൊഫഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ ഐഷു ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ തീരുമാനിച്ചപ്പോൾ എന്തായിരുന്നു ആസ് എ മോം അമ്മയുടെ ഒപ്പീനിയൻ? അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നോ? ആ തുടക്കകാലത്ത് നമ്മൾ പഠിപ്പിച്ച് എൻജിനീയറിങ് കഴിഞ്ഞ് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുക, അതല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഹയർ സ്റ്റഡീസൊക്കെ പഠിക്കുക, അങ്ങനെയായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആണ് ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീൽഡിലേക്ക് ഇറങ്ങണ ഒരു താല്പര്യം കാണിച്ചത്.
അത് പഠിക്കണ കാലം മുതൽക്കേ അത് സ്ഥിരം കാണിച്ചിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ. പ്ലസ് അമ്മ എവിടൊക്കെ എന്നെ പഠിക്കാൻ കൊണ്ടാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ ചാടിപ്പോയി. എനിക്ക് ഇഷ്ടമുള്ള പ്ലസ് ടു പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഫെബ്രുവരി മാസം വരെ കലോത്സവങ്ങളുടെ പിന്നിലായിരുന്നു. ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ഞാൻ ക്ലാസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫെബ്രുവരിയിലാണ് തിരിച്ച് ക്ലാസ് കയറുക. നമുക്ക് എന്നിട്ട് എന്നോട് പ്രിൻസിപ്പളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സുനിൽ സാർ എന്നായിരുന്നു അന്നത്തെ പ്രിൻസിപ്പളിന്റെ പേര്. ഞാൻ പങ്കെടുക്കുന്ന ഇവന്റ്സ് കുറയ്ക്കാൻ, കാരണം ക്ലാസ്സിൽ അത്രയും ഇങ്ങനെ സമയമില്ല. മറ്റേ മാർഗംകളി, നാടകം, പിന്നെ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഉണ്ടായിരിക്കും 5 എണ്ണം, പിന്നെ അതിന്റെ സ്റ്റേറ്റിലേക്കും പോയില്ലേ മറ്റേ പ്രൊജക്ട്, അത് പിന്നെ സ്റ്റേറ്റിലോട്ട് പോയി പ്രൊജക്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ക്ലാസ് കയറാൻ സമയം കിട്ടണമല്ലോ. ഫെബ്രുവരിയിൽ കയറിട്ട് ബുക്ക് തുറക്കുമ്പോൾ അന്തം വിടും, ഇതെന്താണ്. എൻ്റെ സ്കൂളിലൊരു ഫിസിക്സിന്റെ സാറ് പ്രശോഭ് സാറല്ലേ പറഞ്ഞിരുന്നത്, ചെണ്ടയ്ക്കൊരു കോലിന്റെ കുറവുണ്ട് ഈ വേണു എന്നോട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും നമ്മള് ഓരോ കാര്യങ്ങൾ ഇടപെട്ട അവസാനം നമുക്ക് പഠിക്കാൻ സമയം കിട്ടാതെ വരുമ്പോൾ ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ അമ്മ എൻ്റെ ബുക്കൊക്കെ തുറന്ന് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആദ്യം അമ്മ വായിച്ചു നോക്കി എന്നെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിപ്പിക്കും. അത് ടോപ്പിക്ക് മാറിപ്പോയി. പ്ലസ് ടുവിലായിരുന്നു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പോയി. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് എംടെക്കിന് പറഞ്ഞയക്കണം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് താല്പര്യമില്ല. എന്നാൽ MBAക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോച്ചിങ്ങിനായിട്ട് തൃശ്ശൂർ പറഞ്ഞയച്ചു. അപ്പോൾ തൃശ്ശൂർ പറഞ്ഞയച്ചപ്പോൾ അവിടുന്ന് ഭരതനാട്യം, മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ വേഷം കെട്ടിയിട്ട് വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഡാൻസാണ് പിന്നെ കാണുന്നത്. അപ്പോൾ അവിടെ ചില സ്ഥലത്ത് പഠിക്കലല്ല പരിപാടി എന്ന് മനസ്സിലായി. പിന്നെ NITയിൽ ഒരു എന്ത് കോഴ്സ്, എയുടെ ഒരു കോഴ്സ്, ഷോർട്ട് കോഴ്സ്, ചെറിയൊരു കോഴ്സിന് ചേർത്തു. അവിടെ ചെന്നപ്പോൾ അവിടെ ഫാഷൻ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ഉള്ള ഇവന്റിൽ ഇറങ്ങി. അപ്പോൾ അവള് എൻ്റെ താല്പര്യത്തിന് വ്യത്യസ്തമായിട്ടുള്ളൊരു താല്പര്യമാണ് അവൾക്ക് പൂർണ്ണമായിട്ടും തെളിക്കണ വഴിക്ക് പോയില്ലെങ്കിൽ പോണ വഴിക്ക് തെളിക്കുക. അങ്ങനെ പോയിട്ട് പിന്നെ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററായിട്ട് മാറാൻ കഴിഞ്ഞത്. അതേസമയം ഒരു എഞ്ചിനീയറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു എഞ്ചിനീയറായിട്ട് മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തീരെ താല്പര്യം, ഞാൻ പണിയെടുത്തത് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണമല്ലോ, പൈസയ്ക്ക് നമ്മൾ പണിയെടുക്കണത് തുടക്കത്തിലൊക്കെ നമ്മളന്ന് ഈ ഒരു QA ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അന്ന് സാലറിക്ക് വേണ്ടി അത്യാവശ്യം പഠിച്ച് രാത്രി വരെയൊക്കെ ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് അടുത്ത ദിവസം പോയി പണിയൊക്കെ എടുക്കായിരുന്നു. എന്തായാലും നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പണി വേണം. പണി ഉണ്ടായാലേ പൈസ ഉണ്ടാവും. ആൻഡ് ഹവ് യു ഫീൽ അബൌട്ട് ഐഷു നൗ? ഐഷുവിൻ്റെ ജോലിനെ പറ്റി എന്താണ് തോന്നുന്നത്? ഇപ്പോൾ തന്നെ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫീൽഡിലെത്തി. അവളുടെ താല്പര്യത്തിനനുസരിച്ചായതുകൊണ്ട് അത് വർക്ക് ചെയ്യാൻ മടിയില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ഒരു വീഡിയോയും അത് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ ഒരുപാട് പണികളുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്ത് മുന്നിക്ക് വരുന്നുണ്ട്. അപ്പോൾ സന്തോഷമുണ്ട്. നാട്ടിലുള്ളപ്പോഴേക്കാൾ കൂടുതൽ ഇവിടെ ആകുമ്പോഴാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ അതിലൊരുപാട് പണിയുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതിൽ വിഷമമൊന്നുമില്ല. അതിലവൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഫീൽഡ് ആയതുകൊണ്ട് ആണ് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റണത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യം. അമ്മ അടിപൊളിയായിട്ട് സംസാരിക്കേണ്ട അമ്മ, പൊളി. അത് കഴിഞ്ഞൊരു മെഡൽ ഇടിക്കുക ഞാൻ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലുലു ആണ്. അമ്മയുടെ അധ്യാപക ജേണിയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഒരു അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷമായി ഞാൻ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നത്. 34ാമത്തെ വർഷമാണിത്. അപ്പോൾ 34 വർഷം കെമിസ്ട്രി മറ്റേ ബുക്കൊക്കെ ബൈ ഹാർട്ട് ഉണ്ടാവില്ലേ? ഇതാന്ന് പറഞ്ഞാൽ ഏത് പേജിലാന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ 34 വർഷത്തെ അധ്യാപനത്തിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഓർമ്മകൾ അധികമൊന്നും തോന്നണില്ല. നല്ല നല്ല ഓർമ്മകളുണ്ട്. അതിലിപ്പോൾ പ്രത്യേകമായിട്ട് ഓരോ ഓർമ്മ പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്നത് എനിക്ക് അങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല. എന്നെ സ്പെഷ്യൽ ക്ലാസ്സിന് കൊണ്ടുപോയ ഓർമ്മയില്ലേ? ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവരൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ വയ്ക്കുമ്പോൾ കുട്ടികളെ ആയിട്ടാണ് സ്കൂളിലേക്ക് പോവാറ്. അപ്പോൾ അവർ ബാക്ക് ബെഞ്ചിൽ ഇരുത്തിയിട്ട് എന്തെങ്കിലും ചിത്രം വരയ്ക്കാനോ എന്തിനെങ്കിലും ഇരുത്തിയിട്ട് ഞാൻ ക്ലാസ് എടുക്കും. ഞാനാണെങ്കിൽ ഭയങ്കര വായാടിയായിരുന്നു. വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യങ്ങളും അമ്മമ്മയുടെയും വെല്ലച്ചൻ്റെയും കാര്യമൊക്കെ ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ പറയാൻ വേണ്ടി തുടങ്ങിയതോടാണ്. അത് അവിടെ കൊണ്ടുപോയി നിർത്തി. പിന്നെ അനിയനെ കൊണ്ടുപോയി. പിന്നെ മിണ്ടില്ലല്ലോ. അവനെ കൊണ്ടുപോയി അതിന് കുഴപ്പമില്ല. അവൻ ബോർഡിൽ ഞാൻ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ വരച്ച് നോക്കിയിരിക്കും. എന്നിട്ട് പിന്നെ അവനൊരു കാര്യം തീരുമാനിച്ചു, ഇതൊന്നും അവന് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല. ഇത് ഭയങ്കര ടഫാണ്. അവൻ UKG ഒക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിപ്പിക്കുന്നതൊന്നും അവന് മനസ്സിലാവണില്ല. കുറേ പഠിക്കാൻ ശ്രമിച്ചു നോക്കി, മനസ്സിലാവണില്ല, അതുകൊണ്ട് ഇനി പഠിക്കണില്ല തീരുമാനത്തിലെത്തി. അതല്ല, അമ്മയ്ക്ക് ശരിക്കും ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്തപ്പോൾ
അമ്മയ്ക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം ഒരു സ്റ്റുഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും? ഒരുപാടുണ്ടായിരിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ലേ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പം അടുത്തൊക്കെ ആയിട്ടുള്ളത് ഓർമ്മയിലുള്ളൂ. അതിനൊക്കെ മുൻപുള്ള വർഷങ്ങളൊക്കെ 34 വർഷത്തിലെ തുടക്കത്തിലുള്ള വർഷങ്ങളൊന്നും നമ്മൾ ഓർമ്മയിൽ കിട്ടണില്ല. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ പ്രത്യേകം കൺസിഡർ ചെയ്യാറുണ്ട്. അവർക്ക് എന്ന് വെച്ചാൽ പാഠഭാഗങ്ങൾ പഠിപ്പിക്കണേനല്ല, അവരെ കൂടുതൽ ഇമോഷണലി അവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് പുറമേ നിന്നൊക്കെ കാണുമ്പോഴും അതേപോലെ സ്കൂളിൽ നിന്നും ഒക്കെ എന്നോട് പെരുമാറാറ്. അതൊക്കെ വളരെ സന്തോഷം തോന്നുന്നതാണ്. അതാണ് ഏറ്റവും. നമ്മൾ വളാഞ്ചേരിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പോൾ 34 കൊല്ലമൊക്കെ ഒരാൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ സ്കൂളിൽ പഠിച്ച എത്രയും ആൾക്കാർ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. ഇപ്പോൾ വളാഞ്ചേരിക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ സ്റ്റുഡൻസിനെ ഏത് രാത്രി ആയാലും ആ ടീച്ചർ എന്താ അവിടെ നിൽക്കണ ഒറ്റയ്ക്ക് എന്ന് ചോദിക്കാൻ ആളുണ്ട്. അത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഏത് രണ്ടാൾക്കാരൊപ്പം നിന്നാലോ അതല്ല, പകലും ആയാലും അതേമാതിരി രാത്രി ഇപ്പോൾ നേരത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവിടെ ഇറങ്ങി ഒരു ഓട്ടോ വെയിറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചോദിക്കാനും നമുക്ക് ഒരു വലിയ ആൾക്കൂട്ടം തന്നെ നമുക്ക് ഉണ്ട് എന്നുള്ളതൊരു ബലമാണ്. നമ്മൾ അറിയാതെ വളാഞ്ചേരി എവിടെയും എപ്പോഴും ഏത് രാത്രി ഇറങ്ങി നടക്കാം. കാരണം നമുക്ക് അങ്ങോട്ട് അറിയില്ലെങ്കിലും ഇങ്ങോട്ട് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ മുൻപ് പഠിപ്പിച്ച കുട്ടികൾ ഒരുപാട് അവിടെ ടൗണിലുണ്ടായിരിക്കും. അവരാരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് അപ്പോൾ അവിടെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ ശ്രീലക്ഷ്മിയുടെ ആണ് കേട്ടോ. ടു അമ്മ, ക്യാൻ യു ഷെയർ എ മൊമെൻറ്റ് ദാറ്റ് യു റിയലി ഫെൽറ്റ് പ്രൗഡ് ഓഫ് ഐഷു? ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയണത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ധാരാളം കുട്ടികൾ വന്നിട്ട് എന്താ ടീച്ചറെ എന്ന് ചോദിച്ചിട്ട് വരാനുണ്ട്. എന്തൊക്കെയാണ്, സുഖമാണോ, ടീച്ചർക്ക് മനസ്സിലായോ എന്ന് ചോദിച്ച് വരാനുണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ വളാഞ്ചേരിക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വളാഞ്ചേരിക്കല്ല എവിടെയെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ അടക്കം വന്നിട്ട് ആൾക്കാർ ഐഷുവിൻ്റെ അമ്മയാണോ എന്ന് വന്ന് പരിചയപ്പെടുന്നു. ചിലർ ഫോട്ടോ എടുക്കണോ, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കണം, പരിചയപ്പെടണു. ഒരു ഗുരുവായൂർ പോലത്തെ ഒരുപാട് ആൾക്കൂട്ടമുള്ള സ്ഥലത്തൊക്കെ പോയാൽ ഒരു 10-15 പേരെങ്കിലും വന്നിട്ട് നമ്മളോട് ഐഷുവിൻ്റെ അമ്മയല്ലേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നും. കാരണം മകളുടെ പേരിൽ അറിയപ്പെടുന്നതായിട്ടുള്ള കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അത് സന്തോഷമുള്ള അനുഭവം കാര്യമാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ അമ്മ പൊളിക്കും. വായിക്കണോ? എനിക്ക് വായിക്കാൻ വയ്യ. അമ്മയ്ക്ക് മറ്റേ ലോങ് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഐഷുവിൻ്റെ ജീവിതത്തിൽ വിഷ്ണു വന്നതിന് ശേഷമുള്ള ക്വാളിറ്റീസ് അതേ ഉള്ളൂ. ആ വിഷ്ണു വന്നതിന് ശേഷം ഐശ്വര്യയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു 3 മാസത്തോളം അവളുമായിട്ടൊപ്പം നിൽക്കുന്നത്. നാട്ടിൽ വരുമ്പോൾ 1 മാസം അല്ലേ വീട്ടിലുണ്ടാവാറുള്ളൂ. അതിൽ തന്നെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊക്കെ കോഴിക്കോടോ പുറത്തൊക്കെ ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ആദ്യമായിട്ടാണ് 3 മാസം ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ മുൻപത്തെ ഐശ്വര്യയിൽ നിന്ന് ഒരുപാട് മാറ്റം വിഷ്ണു വന്നതിന് ശേഷം ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നാമത് നേരത്തെ പറഞ്ഞ ദേഷ്യത്തിൻ്റെ കാര്യമാണ്. ദേഷ്യം മറ്റത് എപ്പോഴും ഇങ്ങനെ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പക്വത എത്തിയിട്ടുണ്ട്. പ്രായത്തിൻ്റെ പക്വതയും വിഷ്ണുവിൻ്റെ ഇടപെടലുകൊണ്ട് വന്നിട്ടുള്ള പക്വതയും കൂടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒറ്റ ദേഷ്യം മാത്രമല്ല നമുക്ക് ആകെ പ്രശ്നം. പിന്നെ എനിക്ക് തോന്നിയൊരു മാറ്റം, അത് വിഷ്ണു വന്നതിന് ശേഷമല്ല, എനിക്ക് തോന്നിയൊരു മാറ്റം ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ സിമ്പിളായിട്ട് കാണാൻ വേണ്ടി പഠിച്ചിട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു. മറ്റേ ഞാൻ കുറച്ച് കോംപ്ലക്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്നുണ്ട് എല്ലാ മാറ്റങ്ങളോടും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഒരുപാട് മാറ്റമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഈസി വേർഡിൻ്റെയാണ്. ആദ്യം ടിക്ടോക്ക് ഒക്കെ ചെയ്തിരുന്ന ഐഷുവിനെ വഴക്ക് പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പോൾ ഐഷുവിൻ്റെ വളർച്ച കണ്ട് അന്ന് ചെയ്ത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, എന്താണ് അമ്മയുടെ ആ കാലത്തെ ചിന്തകളും ഇന്നത്തെ ചിന്തകളും? അമ്മ തെറ്റ്. ഐശ്വര്യ ടിക്ടോക്ക് ഒക്കെ തുടങ്ങിയ സമയം ഒരു 9-10 വർഷം മുമ്പായിരിക്കും. 2016 അവിടെ ജോലിയൊക്കെ ഒഴിവാക്കി വീട്ടിൽ വന്നിരിക്കുന്ന ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നൊരു അവസ്ഥ പോലെ തോന്നി. ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇന്നത്തെ രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, എന്താണ് ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണാൻ ഉപയോഗിക്കുക എന്നല്ലാതെ അതിലുപരി ആയിട്ടുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവളിങ്ങനെ ടിക്ടോക്ക് ആയിട്ട് ഇറങ്ങിയപ്പോൾ എനിക്കതിലൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അവളും കൂടെ അങ്ങനെ അതിന് ഇഷ്ടക്കേട് കാണിച്ചിരുന്നു.
അപ്പോൾ അവൾ ഞാൻ കാണാതെ രാത്രി നേരത്തോ അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകണ നേരത്തൊക്കെ ടിക്ടോക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തും എന്നൊക്കെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് നെതർലാൻഡ്സിൽ എത്തിയതിന് ശേഷമാണ് യൂട്യൂബിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നത്. അപ്പോഴേക്ക് സോഷ്യൽ മീഡിയ കുറേയും കൂടെയൊക്കെ നമ്മുടെ നാട്ടിലും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു. എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാനും തന്നെ അതിലേക്ക് കൂടുതൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ പരിചയമുള്ളതായി. അപ്പോൾ പിന്നെ ആ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയതിൽ എനിക്ക് അത്ര പ്രയാസം തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ നാട്ടിലൊക്കെ വരുന്ന വീഡിയോയും ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഒക്കെ വരുമ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ എന്നോട് വന്നിട്ട് എല്ലാവരും ഐഷുവിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ച് പരിചയപ്പെടാനൊക്കെ വരാറുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ രീതിയിൽ നല്ല ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ പിന്നെ എനിക്ക് താല്പര്യമായി തുടങ്ങി. ഇപ്പോൾ അതിന് നല്ല എനിക്ക് തോന്നുന്നു എന്താണ് വേറുള്ളവര് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്നെ പറ്റി പറയുക എന്നുള്ളൊരു ആശങ്ക അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അത് മോശമായി പോവോ എന്നുള്ള പേടി കാരണമാണ് അമ്മ എന്നെ തുടക്കത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു വരുമാന മാർഗമായി മാറുന്നും ഇതൊരു പ്രൊഫഷനായി മാറുന്നൊന്നും ഒന്നും നമ്മൾ ആരും 2016 ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഞാൻ വീട്ടിൽ ടിക്ടോക്കൊക്കെ കളിച്ചിരിക്കുക പഠിപ്പിച്ച് ജോലിയാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അതൊന്നും ചെയ്യാതെ ടിക്ടോക്ക് കളിച്ച് നടക്കുമ്പോൾ ഞാൻ വളരെയധികം അതിനെ എതിർത്തിരുന്നു. പക്ഷേ ഇപ്പം അത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ നല്ല നല്ല ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. നല്ല നല്ല വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അന്നത്തെ ചിന്തയും ഇന്നത്തെ ചിന്തയും. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ അമ്മയുടെ ഫാനാണ് സാനിയ. അപ്പോൾ ഐ എം റിയലി എ ബിഗ് ഫാൻ ഓഫ് അമ്മ. ഫാനാണെന്നൊരു മുഖത്ത് എക്സ്പ്രഷൻ കണ്ടു. ഷീ ഈസ് സോ നാച്ചുറൽ at everything, like expressing the emotion, the way she talks, etc. I want to ask her about the new changes in life, like after becoming a grandma. Also, what will be one of the most memorable things after coming to NL that she will cherish for her entire lifetime? ഞാൻ ഒരു കാര്യം പറയട്ടെ കേട്ടോ. നമ്മുടെ കഴിഞ്ഞ Q&A ഒക്കെ താഴെ കോമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ മലയാളത്തിൽ സംസാരിച്ചും കൊണ്ട് നടത്തുന്ന ഒരു ചാനലാണല്ലോ ഇത്. അപ്പോൾ അധികം മലയാളം ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നുണ്ടായിരിക്കുക. എല്ലാ ലാംഗ്വേജും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും കൂടെ ചെയ്യാം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് കഴിഞ്ഞ Q&Aയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ സാനിയ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ വർത്താനം നമ്മുടെ രീതികളും എല്ലാം വളരെ നാച്ചുറലായിട്ട് സാനിയയ്ക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാനിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമ്മമ്മയായതിനു ശേഷം എന്താണ് ഇപ്പോൾ തോന്നുന്നത്, അതിൻ്റെ ഒപ്പം നെതർലൻഡ്സിൽ വന്നിട്ടുള്ള അമ്മയ്ക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുക. മക്കളെ വളർത്തുന്നതിന് ഒരു കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് പേരക്കുട്ടികളെ വളർത്തുമ്പോൾ. മക്കളെ വളർത്തുന്ന സമയത്ത് ഇതേ പറഞ്ഞ മാതിരി നമ്മളത്ര നമുക്ക് പക്വത അത്ര എത്തിയിട്ടില്ല. പിന്നെ മറ്റ് പുതിയൊരു മക്കൾ വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആകെ മൊത്തം നമ്മളെ ജീവിത രീതിയൊക്കെ ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഉള്ള രീതിയിൽ നിന്ന് വ്യത്യാസമുണ്ട് പേരക്കുട്ടിയാവുമ്പോൾ. അപ്പോൾ നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്, മക്കളെയൊക്കെ വളർത്തിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേരക്കുട്ടിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കും തന്നെ കുറച്ചും കൂടിയൊക്കെ പ്രായമൊക്കെ ആയതുകൊണ്ട് പേരക്കുട്ടികളോട് മക്കളേക്കാൾ കൂടുതലൊരു വാത്സല്യം തോന്നും. അവരുടെ ചെറിയ ചെറിയ വാശികളും അവരുടെ ആസ്വദിക്കാനും അതിന് അവരെ അനുസരിച്ച് പെരുമാറാനൊക്കെ ഉള്ള ഒരു പക്വത എത്തിയിട്ടുണ്ടാവും. അല്ല അങ്ങനെയല്ല, അങ്ങനെ ഒരു പക്വതയൊക്കെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ അവൻ വലുതായി വാശി കാണിക്കുകയാണെങ്കിലും നീ വാശി കാണിക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്ര ദേഷ്യം എനിക്ക് വരില്ല, അത്രയല്ല ദേഷ്യം വരില്ല. അത് ചെറിയ കുട്ടിയാണ്, അവൻ അങ്ങനെയാണ് എന്നുള്ളത് ഉൾക്കൊള്ളാൻ അന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് കഴിയും പ്രായത്തെയപ്പോൾ. വാത്സല്യം കൂടുതൽ അപ്പോൾ ഇവരെടുത്താണ്. എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വാത്സല്യം തോന്നുന്നില്ല. എങ്ങനെയുണ്ട് യുവി? വളരെ നല്ലൊരു കുട്ടിയാണ്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നോക്കാനായിട്ട്. പാല് കുടിക്കുക, ഉറങ്ങുക. 3 മാസം തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളൊക്കെ പുറത്തു വരാൻ പോണേ ഉള്ളൂ. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പാല് കൊടുക്കുക. എന്റെ സൗന്ദര്യം ഇഷ്ടയുടെ സ്വഭാവം കിട്ടിയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അമ്മ നെതർലൻഡ്സിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എപ്പോഴും അമ്മ ഓർത്തിരിക്കും എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മനസ്സിലൊന്ന് ആലോചിച്ചിട്ടുണ്ട്, തന്നെ അമ്മ പറയാൻ നോക്കട്ടെ.
നെതർലാൻഡ്സിൽ വരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഒന്നാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. സമീപത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് അന്ന് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ മാതിരി പോകാനും കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നത് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. പിന്നെ ചെറിയ കുട്ടിയായിട്ട് നമുക്ക് ഇങ്ങനെ പുറത്തു പോകാനൊന്നും പറ്റില്ല. ഞാൻ പോവാന്ന് പറഞ്ഞാൽ അമ്മ വരില്ല, പ്രശ്നം. ചെറിയ കുട്ടിയായിട്ട് അവിടെ ഇവിടെയും പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട. ചെറിയ കുട്ടീനായിട്ട് പുറത്തുള്ള തണുപ്പുള്ള ക്ലൈമറ്റിലേക്കും ഒക്കെ അങ്ങോട്ട് അധികം ദിവസമാവാതെ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം അധികം അങ്ങോട്ട് ദൂരേക്കൊന്നും പോയിട്ടില്ല. ചെറിയ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോയത് വളരെയധികം രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. സ്വിറ്റ്സർലാൻഡ് കാണുക എന്നത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല. കാരണം ദൂരത്തുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ നമുക്കവിടെ പോകണം എന്നുള്ളൊരു ആഗ്രഹം പോലും മനസ്സിലുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോയി 3-4 ദിവസം അവിടെയൊക്കെ ചിലവഴിച്ചു. അവിടുത്തെ ആ വളരെ ഭംഗിയുള്ള പ്രകൃതിയും മനോഹാരിതയൊക്കെ കാണാനൊക്കെ അവസരം കിട്ടി. അത് എന്നും ഞാൻ വളരെയധികം ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു അവിടെ പോയത്. കരയൊന്നുമില്ല. അല്ല, അവിടുത്തെ അത് കാണാൻ പറ്റി എന്നുള്ളത് എന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിരുന്നു, ഫ്രാൻസിലും ജർമ്മനി അവിടെയൊക്കെ പോയി. അവിടെയൊക്കെ പോയതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത്, നെതർലാൻഡ്സിനേക്കാളും ഒക്കെ ഇഷ്ടപ്പെട്ടത് ബെൽജിയത്ത്. നമ്മളവിടെ പോയത് ഗ്രിൻഡവാർഡ് അവിടെ പോയത്. അത് വളരെ അവിടുത്തെ ആ ക്ലൈമറ്റും അവിടുത്തെ ആ പ്രകൃതി മനോഹാരിതയും ഒക്കെ. പിന്നെ എന്താണ്, കേബിൾ കാറിൽ പോയി, അത്രയും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്മളൊക്കെ അതിൽ പോയി. പിന്നെ ടോപ്പ് ഓഫ് യൂറോപ്പ് പോയി. അതൊക്കെ വളരെയധികം ഓർമ്മയിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. എന്നിട്ട് അമ്മ നിന്റെ അടുത്ത് പറഞ്ഞു ഇന്നെ കൊടന്നുകൊണ്ട് ഇവിടേക്കൊന്ന് കാണാൻ പറ്റിയെന്നല്ലേ, എന്താ പറയാത്ത? അല്ല, ഞാൻ ആയിട്ട് അവിടുന്ന് ഇവിടെ വന്ന് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത് വന്ന് ഇവിടെ കൊണ്ടുപോയതുകൊണ്ട് അവിടെയൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് എനിക്കും സ്വിറ്റ്സർലാൻഡ് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. ഒന്നും കൂടെ പോകണം. അത് പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെയൊക്കെ പോകണമെന്നും കാണണം എന്നൊക്കെ ആഗ്രഹമുള്ള സ്ഥലമാണ് അത്. രണ്ടാമതും കണ്ടാൽ അല്ലെങ്കിൽ പോവാൻ നമുക്ക് താല്പര്യം തോന്നാത്തൊരു സ്ഥലമല്ല. അത്രയധികം 2-3 പ്രാവശ്യം പോയി കാണാൻ മാത്രം ഭംഗിയുള്ളൊരു സ്ഥലം. സ്വിറ്റ്സർലാൻഡിന് ആ ഒരു ബ്യൂട്ടി ഉണ്ട്. ഞാനിപ്പോൾ അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ 2 തവണ പ്രദൂൻ്റെയും ഗീതുൻ്റെ ഒപ്പം ഒരു തവണ പോയി. പിന്നെ അൽക്കിയും വൈശക് സാറും വന്നപ്പോൾ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള സ്ഥലമായിരിക്കുമല്ലോ. പക്ഷെ സ്റ്റിൽ എനിക്ക് ഇനിയും പോകണമെന്നുണ്ടെങ്കിൽ പോകാം. ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ അങ്ങോട്ട് തിരിച്ച് മാടി വിളിക്കും സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ഞാൻ മനസ്സിലായിട്ട് വിചാരിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സുനു ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ഐഷു ഒരു OCD പേഴ്സൺ ആയിരുന്നല്ലോ. അമ്മ ഐഷുവിലെ ആ ബുദ്ധിമുട്ട് എങ്ങനെയാണ് കണ്ടെത്തിയത്? എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്? അമ്മയ്ക്ക് ആ ടൈം എന്തെങ്കിലും പ്രയാസം തോന്നിയിരുന്നോ? അതോ ഞാൻ വിടാൻ പോയതാട്ടോ. അതോ അമ്മ അത് പറഞ്ഞാൽ അതുള്ളവർക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊരു നല്ല മോട്ടിവേഷൻ ആയിരിക്കും? വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, ആ ഒരു രീതി ആണ് ആദ്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ചില കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകതയാവും എന്ന് വിചാരിച്ചു. പിന്നെ വലിയ പ്രായമായി വരുന്തോറും, അതായത് 4, 5, 6, 7 ക്ലാസ്സിലെത്തുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണ്ടി വരും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഉള്ള അച്ഛനായിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പക്ഷെ ആരെ കാണിക്കണം, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് കാണിക്കുക എന്നുള്ളതൊന്നും അന്നത്ര എനിക്ക് വശമുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇങ്ങനെ എന്ത് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ദൈവത്തിനെ തൊഴുത് വരികയാണെങ്കിൽ 2-3 പ്രാവശ്യം തൊഴുക, എന്നിട്ട് കിടക്കാൻ നേരത്ത് വീണ്ടും പോയി തൊഴുക. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് വേണം. അത് എവിടെ പോവും, എന്ത് ചെയ്യും എന്നറിയാതെ തന്നെ ഇരിക്കുന്ന സമയത്താണ് അവിടെ സ്കൂളിലൊരു കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടായത്. ഡൽഹി അവിടെ അവർ പഠിക്കുന്ന സ്കൂളിലൊരു കൗൺസിലിംഗ് ക്ലാസ്. അവിടെ ഒരു ഡോക്ടർ വന്നിട്ട്, ഒരു സൈക്കോളജിസ്റ്റ്, അവർ വന്നിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് മുന്നേ നമ്മൾ വേറെ 1-2 ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ക്ലിനിക്കലി OCD മറ്റേ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ശരിയായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെന്റ് ഒന്നും അത്ര ഒരു ഫലം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായത് സ്കൂളിൽ വന്നിട്ട്. അപ്പോൾ ആ ക്ലാസ്സിന് പാരൻസിനെ വിളിച്ചിരുന്നു. അപ്പോൾ പാരൻസും വന്ന് ആ ക്ലാസ്സിൽ ഒരു 1-2 hours ഉണ്ടായിരുന്ന ക്ലാസ്സായിരുന്നു. ആ ക്ലാസ്സിൽ കുട്ടികളുടെ പല പ്രശ്നങ്ങളും അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ അതിൽ ഈ OCDനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ചെറുതായി പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഈ ക്ലിക്ക് കിട്ടി.
ഇപ്പോൾ എനിക്ക് തോന്നി ഈ ഡോക്ടറെ അടുത്ത് പോയി കണ്ടാൽ, ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്പർ അദ്ദേഹം ആ ക്ലാസ്സിൻ്റെ അവസാനം തരുണ്ടായി. ആ നമ്പർ പ്രകാരം അമ്മ പോയി ചോദിച്ചു. ചോദിച്ചതല്ല, ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്പർ തന്നു. അല്ല, ഒട്ടും ഓർമ്മയില്ലാത്ത നമ്പർ തന്നു. ആ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു, പോയി. അവിടെ നിന്നാണ് അങ്ങനെ OCD ഉണ്ട് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തത്. അല്ല, അതിന് മുന്നേ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ റിയൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴാണ്. പിന്നെ കുറേ കൗൺസിലിംഗ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ, ആദ്യം 3 ദിവസം കൂടുമ്പോൾ, പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ, പിന്നെ 2 ആഴ്ച, പിന്നെ മാസത്തിലൊരിക്കൽ, അങ്ങനെ കുറേ കൗൺസിലിംഗ് സെക്ഷൻ വ്യത്യാസം വന്നിരുന്നു. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. അതിന് നമ്മൾ പിന്നിക്ക് നിൽക്കരുത്. നമുക്ക് എനിക്ക് നിന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ അന്നത്തെ എൻ്റെ ഒരു ഇതിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ പേരൻസ് ചെയ്തു തന്നതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് OCDക്ക് എന്നെ ട്രീറ്റ് ചെയ്തതാണ്. അതില്ലായിരുന്നെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡോക്ടർ അൻസാരി എന്നാണ് എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറുടെ പേര്. അപ്പോൾ ഡോക്ടറുടെ നമ്പർ തരാൻ വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാ നല്ലൊരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ സെയിം ഡോക്ടറെ അടുത്ത് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പുള്ളി ഇപ്പം ഇല്ല. പുള്ളി ഏകദേശം ഒരു 3-4 കൊല്ലം മുന്നേ അല്ലേ, 4 കൊല്ലം മുൻപ് പുള്ളി മരിച്ചു. അപ്പോൾ അതെനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു. പിന്നെ എല്ലാ കാര്യവും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. എനിക്ക് അത്രയും ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്ന ഒരാളായിരുന്നു. അങ്ങനെ അപ്പം അമ്മയ്ക്ക് ആ ഒരു സമയത്ത് നാട്ടുകാരെന്ത് പറയും, എന്നെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയാൽ, ഒരു തെറാപ്പിക്ക് കൊണ്ടുപോയാൽ എന്നുള്ളൊരു അങ്ങനെയല്ല. അന്നിങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കുറേയും കൂടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ പോവാന്നുള്ളത് ഇപ്പോൾ കുറേയും കൂടെ കോമൺ ആയിരിക്കണം. പക്ഷേ ഇതൊരു 12 വയസ്സുള്ള അത്ര എന്ന് വെച്ചാൽ 10-18 വർഷം മുമ്പുള്ളൊരു കാര്യമാണ്. അന്ന് ഇത്ര അധികം കോമൺ ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ കുട്ടിലേക്കായിട്ട് പോവുക എന്നുള്ളതൊന്നും അത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ മറ്റേ നമ്മൾ പനി വന്ന് ഡോക്ടറെ കാണിക്കുന്ന പോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക എന്നുള്ളത് ഈസി ആയിരുന്നില്ല. അപ്പോൾ കുറച്ചൊരു രഹസ്യ രീതിയിലാണ് നമ്മൾ അന്ന് ആദ്യത്തിൽ പോയത്. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനെ OCD പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവഗണിക്കാതെ അതിന് തക്കതായിട്ടുള്ള നല്ല നല്ല കൗൺസിലിംഗ് സെന്ററുകളും ഒക്കെ ഉണ്ട് നിലവിൽ ഇന്ന്. അപ്പോൾ അവരടുത്ത് സമീപത്ത്. ഞാൻ എൻ്റെ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അമ്മ അത്ര വോക്കലായിട്ട് OCDനെ പറ്റിയിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഇങ്ങനെ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അമ്മ ഇങ്ങനെ വളരെയധികം ഒളിച്ച് പാത്ത് എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കല്യാണം ഉണ്ട്, അതിന് പോകുകയാണ്, ഇന്ന് നമ്മുടെ ഇവിടെ ഒരു കുടിയിരിക്കലുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് എന്ത് മാറ്റമാണ് അമ്മയ്ക്ക് ഇത്രയും, അതായത് ഇപ്പം ഞാൻ സെറ്റിൽ ആയതുകൊണ്ടാണോ, ഞാൻ കല്യാണം നമ്മുടെ സൊസൈറ്റിയിൽ വലിയൊരു ബെഞ്ച് മാർക്കാണല്ലേ. അപ്പോൾ ഞാനത് ശരിയെന്നല്ല കേട്ടോ പറയുന്നത്, ആണ്. ഇപ്പം ഞാൻ ജനിച്ചു വന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, അത് മാറ്റം വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണോ, ഞാൻ സെറ്റിൽ ആയതുകൊണ്ടാണോ, ഇനി ഞാൻ എന്നെ പറ്റി അമ്മയ്ക്ക് അധികം വേവലാതില്ലാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അമ്മ OCDനെ പറ്റി ഇപ്പം ഇത്ര ഒരു പ്ലാറ്റ്ഫോമിൽ വോക്കലാവാൻ കാരണം? അത് മാറി വന്ന സാമൂഹ്യ രീതി തന്നെയാണ് ഇതിന് കാരണം. ഇപ്പോൾ നമ്മൾ കുറേയും കൂടി ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേയും കൂടെ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ്. അപ്പോൾ നമുക്കൊക്കെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിലെ ഉള്ള രീതികൾക്കനുസരിച്ച് ജീവിച്ചു പോകാനേ കഴിയുള്ളൂ. ഇപ്പോൾ സമൂഹത്തിൻ്റെ രീതികളിൽ കുറേ കാഴ്ചപ്പാടിലും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ജനറേഷൻസ് ഒക്കെ മുന്നിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇപ്പം മുൻപത്തെ അത്ര അതിന് ബുദ്ധിമുട്ട് എനിക്ക് തോന്നണില്ല. അന്നത്തെ കുറച്ചും കൂടെ പിന്നിലേക്കുള്ള രീതിയിലുള്ളൊരു സമൂഹത്തിലായിരുന്നപ്പോഴാണ് അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പം കാലം കൊണ്ട് നല്ല മാറ്റമാണ് സമൂഹത്തിലുണ്ടായിട്ടുള്ള. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ടുള്ള ചേഞ്ചസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് കുറച്ചും കൂടെ പറയാനായിട്ട്. പക്ഷെ ആരെന്ത് ചിന്തിച്ചാലും ഇല്ലെങ്കിലും ചിന്തിക്കുന്നില്ലെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അത് വേറെ ആരും വന്ന് നോക്കി തരുമൊന്നുമില്ല. അപ്പോൾ അല്ല, അന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ ഉണ്ടാവുന്ന നഷ്ടം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. അപ്പോൾ അതന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ രഹസ്യമായിട്ടായിരുന്നു കൊണ്ടുവരുന്നത്. അതിനിപ്പോൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇപ്പോഴത്തെ സമൂഹത്തിൽ. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പറയാറുണ്ട്, നമുക്കത്
ഒരു പ്രത്യേകത തോന്നിക്കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അങ്ങനെയെങ്കിലും കൗൺസിലിംഗ് ഒക്കെ വേണമെന്ന്. ഇപ്പോൾ ഈ സൈക്കോളജിയും ക്ലിനിക്കൽ സൈക്കോളജിയും ഒക്കെ നല്ല ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. ധാരാളം പേര് ആ കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംമാതിരി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ നമ്മുടെ ചുറ്റുപാടും അവൈലബിൾ ആണ്. അപ്പോൾ മുൻപത്തെ അത്ര പ്രയാസമില്ല, അന്നൊക്കെ അത്ര അധികം ഡോക്ടർമാരുണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ അധികം ഈ മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളുടെ അടുത്ത് സംസാരിക്കാനോ ഒക്കെ നമ്മൾ ശ്രമിക്കും. പക്ഷെ ഞാനെപ്പോഴും വിചാരിക്കാറുള്ളൊരു കാര്യമാണ്, നമുക്ക് ഒരു പനി വരിക അല്ലെങ്കിൽ നമ്മുടെ കൈയൊടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എൻ്റെ കൈയൊടിഞ്ഞു എന്ന് പറയലല്ലോ ചെയ്യുക. അതൊരു ട്രീറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ OCD, ADHD അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രഷൻ, എനിക്കറിയുന്ന കുറച്ച് വാക്കുകളാണ് കേട്ടോ പറയുന്നത്. ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല. എൻ്റെ ഈ വേല ഞാൻ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വേണം. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വരും. ഞാനതിന് ഒരു ലിവിങ് എക്സാമ്പിളാണ് അല്ലേ. OCD അന്ന് നീ ചെയ്തിട്ടുള്ളൊരു വീഡിയോ, ആ വീഡിയോ വന്നിട്ട് ഏതൊരു സൈക്കോളജിസ്റ്റ് അല്ലേ പറഞ്ഞിരുന്നു, അത് റെഫർ ചെയ്യാറുണ്ടെന്നല്ല, അവരുടെ പേഷ്യൻസിന് ആ വീഡിയോ കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം OCD ഉണ്ടായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. OCD എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ക്ലീൻ ആയിട്ട് നമ്മൾ സറൗണ്ടിങ് വെക്കുമെന്നല്ല കേട്ടോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നു. അത് കുറച്ചൊരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഒട്ടും വൃത്തിയില്ലാത്ത ഒരാൾക്കും ചിലപ്പോൾ OCD ഉണ്ടായേക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ ആവശ്യത്തിലേറെ അതിനെപ്പറ്റി സംസാരിച്ചു, OCDനെ പറ്റി. അപ്പം അടുത്തത് ഗാഥ ശശികുമാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബീയിങ് എ ഡോട്ടർ, ആസ് എൻ ഇൻഫ്ലുവൻസർ, ആസ് എ മദർ, ആസ് എ വൈഫ്, ആസ് എ ഗ്രാൻഡ് ഡോട്ടർ, എല്ലാ റോളുകളിലും ഐഷു എങ്ങനെയാണ് ഇത് പറയുന്നതോടെ ഞങ്ങൾ അടിച്ചു പിരിയും. തുടങ്ങാന്ന് നമുക്ക് ആദ്യം മകളായിട്ട് എങ്ങനെയുണ്ട് അറിയണം. മകളായിട്ട് നല്ല രീതിയിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഞാൻ അവളും കൂടെ ഇടയ്ക്കിനെ അടി കൂടാറുണ്ട്. ബാക്കി എല്ലാ രീതിയിലും നല്ല ഇതിലാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ നിർബന്ധമായിട്ട് അവളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിലും അത് നല്ല കാര്യങ്ങളാണ് അച്ഛനമ്മയും പറയുക എന്നുള്ള വിശ്വാസത്തിനനുസരിച്ചിട്ട് അതുമായിട്ട് അവളെപ്പോഴും സഹകരിക്കാറുണ്ട്. അത് എന്ത് കാര്യമായാലും. ഇത് മനസ്സിലുണ്ടായിരുന്നല്ലോ ഇത്രയും കാലം, ഞാൻ അറിഞ്ഞിട്ടില്ല. കേട്ടോ അവിടെ അടുത്തത് ആസ് എൻ ഇൻഫ്ലുവൻസർ. ഞാൻ പറയട്ടെ കേട്ടോ, ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നുള്ളതിനേക്കാളും ഞാൻ എൻ്റെ ജോലിനെ കാണാൻ ശ്രമിക്കുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ്. ഞാൻ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എൻ്റെ ജോലി തീർത്തും ഒരു കോണ്ടന്റ് ക്രിയേഷനാണ്. അപ്പോൾ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എങ്ങനെയുണ്ട്? അതിൻ്റെ നേരിട്ട് ഇൻഫ്ലുവൻസ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അത് അവർക്കല്ലേ പറയാനറിയുള്ളൂ. എനിക്കുണ്ടായ ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏത് സമൂഹത്തിൽ എവിടെ ഇറങ്ങി ചെല്ലുമ്പോഴും മുൻപത്തേക്കാളും കൂടുതൽ നമ്മൾ ഐഡൻറ്റിഫൈ ഉണ്ട് ആൾക്കാർ വന്നിട്ട് അപ്പോൾ ഐഷുവിൻ്റെ അമ്മയാണോ തനി മലയാളിയുടെ അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരിലുണ്ടായിട്ടുള്ള ആ ഇൻഫ്ലുവൻസ് ആണ്. അതല്ലെങ്കിൽ ഒരു ചാനൽ കാണുന്നു, യൂട്യൂബ് കാണുന്നു, അതിലവർ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ അതിലോട്ടുള്ള താല്പര്യം കൊണ്ടാണ് ഇത്രയും. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അത് വീണ്ടും വീണ്ടും പറഞ്ഞാലും എനിക്ക് തീരുമില്ല. പിന്നെ ആസ് എ മദർ ഞാൻ എങ്ങനെയുണ്ട്? അത്ര പോരാ. മദറായിട്ട് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ഇപ്പം മദർ റോളിലേക്ക് കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം മദർ റോള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഇനി ഞാനിവിടുന്ന് 1 മാസം കഴിഞ്ഞാൽ പോവും. അപ്പോൾ ശരിക്കുള്ള മദർ റോളിലേക്ക് ഇറങ്ങും. എന്താണ് പറയുക? ഉപ്പുത്തു അല്ല, ഊളിട്ടിറങ്ങും. ഊളിട്ടിറങ്ങോ? അങ്ങനെയല്ല, അതാണ് മനസ്സിലായല്ലോ. ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങും. ഇപ്പം ഇറങ്ങിയിട്ടില്ല. ഇപ്പം മദർ റോള് തന്നെ മാറി നടക്കുകയാണ്. അടുത്തത് ആസ് എ വൈഫ് എന്നുള്ളത് നീ എങ്ങനെയാന്നുള്ളത് വിഷ്ണുവല്ലേ പറയാൻ പറ്റുള്ളൂ. നീ ആസ് എ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മ ഗ്രാൻഡ് പാരൻസിനൊക്കെ വളരെയധികം കാര്യമാണ് ഐശ്വര്യനെ. അവൾക്ക് അവരെയും വളരെയധികം കാര്യമാണ്. നല്ല ഇപ്പോഴും ഇത്ര ദൂരെയാണെങ്കിലും പറഞ്ഞാൽ വലിയ മിക്ക ദിവസങ്ങളിലും അവരെ വിളിക്കുക, അവരായിട്ട് സംസാരിക്കുക, അങ്ങനെ അവരായിട്ട് എപ്പോഴും നല്ലൊരു ബന്ധമാണ്. അവർക്ക് ഇങ്ങോട്ടും അതുപോലെ തന്നെയാണ്. അതെ, അമ്മമ്മ പറയുന്നുണ്ട് യുവിനെ കാണാൻ തോന്നുന്നുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് നമ്മൾ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അമ്മയ്ക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അമ്മയുടെ ജേർണി ആസ് എ കെമിസ്ട്രി ടീച്ചർ പറയാമോ? സിൻസ് ഐ എം സിമിലർ പാത്ത് വുഡ് റിയലി ബി ആൻ ഇൻസ്പിറേഷൻ. ബൈ ദ വേ യു ബോത്ത് ആർ പ്രിട്ടി. അറിയോ? ഞാനൊരു കെമിസ്ട്രി ടീച്ചർ ആവാൻ, നമ്മുടെ ടീച്ചിങ് പ്രൊഫഷന് ആവാൻ താല്പര്യപ്പെട്ട് വന്ന വ്യക്തിയാണ്. അല്ലാതെ പലരും
ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികളധികം തിരഞ്ഞെടുത്തിരുന്ന അല്ലെങ്കിൽ വീട്ടുകാർ തിരഞ്ഞെടുത്ത് കൊടുത്തിരുന്ന ഒരു ജോലി മേഖലയാണ് ടീച്ചിങ് ആയിരുന്നു. എനിക്കത് ഒരുപാട് വർഷം മുമ്പത്തെ കാര്യമാണ്. 35 വർഷം മുമ്പ് 35 40 വർഷം മുമ്പ്, അന്നാണല്ലോ നമ്മൾ BEdനൊക്കെ പോണ സമയം. അപ്പോൾ അന്ന് ആ രീതിയിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഞാൻ അന്ന് തന്നെ എനിക്ക് ടീച്ചിങ് ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രിയും തന്നെ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ പഠിച്ചതല്ല, കെമിസ്ട്രിയോടുള്ള താല്പര്യം കൊണ്ട് പഠിച്ചതാണ്. അങ്ങനെ ഈ ഒരു കെമിസ്ട്രി ടീച്ചറായിട്ട് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രി കുട്ടികൾക്ക് അത്ര താല്പര്യമുള്ള വിഷയമല്ല. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് തന്നെ പറയാറുണ്ട്, കെമിസ്ട്രി എടുത്ത് പഠിച്ചു വന്നത് താല്പര്യമുള്ള കുട്ടികൾ ധാരാളം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ എല്ലാ കുട്ടികൾക്കും കെമിസ്ട്രി പോലത്തെ ഉള്ള വിഷയങ്ങൾ അത്ര താല്പര്യമില്ല. വല്ല മറ്റു വിഷയങ്ങളിലുണ്ടാവുന്ന പോലെ താല്പര്യം കെമിസ്ട്രിയിൽ ചില കുട്ടികൾ കാണിക്കില്ല. അപ്പോൾ അവർക്ക് പഠനത്തിൽ നമ്മളവർ മുന്നിലേക്ക് കൊണ്ടുവരാൻ എത്ര ശ്രമിച്ചാലും അവർക്ക് അതിന് കഴിയാതെ വരും ചിലപ്പോൾ. അപ്പോൾ തോന്നും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള വിഷയങ്ങൾ എടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. അത് ശരിയാണ്. പക്ഷെ എനിക്ക് കെമിസ്ട്രി ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് കെമിസ്ട്രിയും മാത്സും ഇഷ്ടമായിരുന്നു. മാത്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. കെമിസ്ട്രി ഇഷ്ടമുള്ള വിഷയം കുട്ടികൾക്ക് നല്ല താല്പര്യമുള്ള വിഷയമാണ്, അവരെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അതല്ല പറഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ലാംഗ്വേജ് ആയിരുന്നു. ഞാൻ എനിക്ക് അത്ര അടി കിട്ടിയിട്ടെന്ന് അറിയോ? ഓർമ്മയുണ്ടോ എൻ്റെ അക്ഷരത്തെറ്റുകൾ? അത് ഇംഗ്ലീഷിലും മലയാളം ഹിന്ദി ആണെങ്കിലും ഏതാണെങ്കിലും ഭാഷയും ഞാനും ശരിയാവാനില്ല. നമുക്ക് ഓർമ്മയില്ല, ഒരു പ്രാവശ്യം അടിച്ചിൻ്റെ കൈയൊക്കെ വീങ്ങിയിട്ടുണ്ടായിരുന്നത് വേറൊരു കഥ, വേറെ ദിവസം പറയട്ടെ, അതൊരു വലിയ കഥയാണ്. അങ്ങനെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ, വെളിച്ചൻ്റെ സബ്ജക്റ്റ് ഏതാ? വെളിച്ചൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രി. നമ്മുടെ സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രി. നമ്മുടെ സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രി. ദീപയുടെ സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രി. തീർന്നല്ലോ. ഇത് ഞങ്ങളൊരു കെമിസ്ട്രി കുടുംബമാണ്, രസതന്ത്ര കുടുംബമാണ്. ഞങ്ങൾ 3 പേര് ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സ്കൂളിലെ ആൾക്കാരൊക്കെ കളിയാക്കിയിട്ട് ഞങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കെമിസ്ട്രീനോടുള്ള രസതന്ത്രത്തിനോടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. 2 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയാണ്, കാരണം നമ്മുടെ മുഖത്ത് ആ പേഷ്യൻസ് ഇങ്ങനെ ഊർന്നിളകുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ വായിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ അത് ഇപ്പം എനിക്ക് കാണാനില്ല. പക്ഷെ അത് നല്ല റിലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ തുടക്കത്തിൽ, പിന്നെ ട്രാക്ക് കയറിപ്പോൾ ഒരു വഴിക്കൊണ്ട് പോയി. ആ സമയത്ത് അമ്മയ്ക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് എനിക്കൊരു എക്സ്ട്രാ ഒരു പഠിക്കാനൊരു സപ്പോർട്ട് വേണം തോന്നിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓർമ്മയുള്ള ഒരു എൻ്റെ പഠനമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മയുള്ള ഒരു മെമ്മറി എന്താണ്? ക്ലിയർ ആവണില്ല എനിക്ക്. ചോദ്യം ഒന്നും കൂടെ ക്ലിയർ ആക്കാം. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് തുടക്കത്തിൽ ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നല്ലോ. കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്കൂളിൽ കുറേ ഫ്രണ്ട്സിനായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അമ്മേനെയും വിളിച്ചതിനെയൊക്കെ പ്രിൻസിപ്പൾ ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കുമായിരുന്നു. പിന്നെ ഷൈമയുടെ പെൻസിൽ വീണിട്ട് മറ്റേ സൺഷൈഡിൻ്റെ മുകളിൽ കൂടെ കയറി നടക്കുക, അങ്ങനെ കുറേ കച്ചറകൾ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. വീട്ടിൽ പറയാതെ ഞാൻ ഷൈമയുടെ വീട്ടിൽ പോവുക, അങ്ങനെ അതും പിന്നെ ഭയങ്കര വികൃതിയായിരുന്നു. അപ്പോൾ ആകെ മൊത്തം കുറച്ചൊരു ഹൈപ്പർ വിട്ടാൽ മറ്റു ഫ്രണ്ട്സുമാരെ വീട്ടിൽ പോവുക, പറയാതെ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ കേട്ടോ, അതൊക്കെ വേറെ കഥകൾ. അപ്പോൾ എന്താ പറയുക, അത്രയും ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്. അത്ര ഹൈപ്പർ ആക്റ്റീവ് ആവുകൊണ്ടാണോ ഞാൻ പഠനത്തിൽ കുറച്ച് തുടക്കത്തിൽ എനിക്ക് എൻ്റെ ഒരു റെയിൽ കയറാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. സ്പെല്ലിങ് പഠിയില്ല, വേണ്ട കാര്യങ്ങൾ പഠിയില്ല, ഒന്ന് വായിക്കും. എന്നിട്ട് വെളിച്ചം തന്നെ പറ്റി പറയാ, ഒന്ന് വായിക്കും, ഒന്ന് കേൾക്കും, എന്താണ് ഒന്ന് കേൾക്കും, ഒന്ന് എഴുതും, വേറൊന്ന് വായിക്കും. അതാണ് എന്നെ പറ്റി പറയണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായിരുന്നു നമ്മുടെ ഒരു ഫീലിംഗ്? കാരണം കുട്ടി പഠിക്കുന്നില്ല, കുട്ടിക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടും കുട്ടി പഠിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഹൈപ്പർ ആക്റ്റീവ്നെസ്സും ഈ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ടു എഡ്യൂക്കേഷനും എങ്ങനെയാണ് അമ്മ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല തച്ചോണ്ട് പഠിപ്പിക്കുക. അതല്ല, ഈ പല കുട്ടികൾക്കും ഉള്ളൊരു പ്രശ്നമാണ് അതിപ്പോൾ ഈ പറഞ്ഞത്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് പഠനത്തിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. പിന്നെ അവർ പഠിച്ചിട്ട് ജോലിയാവണം, അല്ലെങ്കിൽ പഠിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ആ ഒരു മോട്ടിവേഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പല കുട്ടികളും പഠിക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ രീതിയിൽ, ചില കുട്ടികൾ ആദ്യം പഠിച്ചു വരുന്നവരുണ്ടാവും, പല കുട്ടികളും പഠിച്ചു വരിക ഒരു 7 8 എത്തുമ്പോഴാണ്. നീയോ അതേപോലെ തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എത്ര ശ്രമിച്ചാലും ശ്രദ്ധിക്കില്ല കാര്യങ്ങൾ, പഠിക്കണം എന്നൊട്ടും ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പഠിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 8ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ പഠിക്കണം എന്നുള്ള ബോധം വന്നു. പിന്നെ കുറച്ചുകൂടി ഇൻഡിവിജ്വൽ അറ്റൻഷന് കുറച്ച് ട്യൂഷനും സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. അപ്പോൾ
കുറച്ച് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിയ പഠിക്കുന്ന പാതയിലേക്കാണ് കയറിയപ്പോൾ പിന്നെ പഠിത്തം നന്നായി പഠിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഈ കളികളൊക്കെ ആയിട്ട് നടന്നാലും പരീക്ഷാ സമയമാകുമ്പോൾ അതുവരെയുള്ള പോർഷൻസൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. നല്ല മാർക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. കളി ഇതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് നല്ല കഷ്ടപ്പെട്ട് പഠിച്ച് വാങ്ങുന്ന മാർക്കാണ്. ഇരുപത്തിനെ പോലെ വെറുതെ ഇരുന്ന് കിട്ടുന്ന മാർക്കല്ല. എന്നാലും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വരുന്ന ഒരു കുട്ടിയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവസാനം വെച്ചിട്ട് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പഠിത്തം അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോയിരുന്നൊരു നല്ല സ്റ്റുഡൻ്റ് അല്ല. പക്ഷെ പരീക്ഷയൊക്കെ ആകുമ്പോൾ പഠിച്ച് മാർക്ക് വാങ്ങിക്കാം, ആ ഒരു രീതിയായിരുന്നു പഠനം. പിന്നെ പഠിത്തത്തിനോട് വേറെ കുറേ കാര്യങ്ങളായിട്ട് ബിസി ആകുമ്പോഴേ പഠിക്കാൻ ജീവിതത്തിൽ ഒരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് അമ്മ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. വൈകുന്നേരം 6 to 8 ആയിരുന്നു എൻ്റെ സ്റ്റഡി ടൈം. നമ്മളന്ന് തറവാട്ടിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം അച്ഛൻ കുറേയൊക്കെ വട്ടംകുളത്ത് പോയിരുന്നു. അച്ഛൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ 6 to 8 എൻ്റെ സ്റ്റഡി ടൈം. 6 മണിക്ക് അമ്മയുടെ സീരിയൽ തുടങ്ങും. ഞാൻ റൂമിൽ ഇരുന്നിട്ട് എൻ്റെ ചെവി ഫുൾ സീരിയലിലാണ്. എല്ലാ കഥാപാത്രങ്ങളും എന്തായി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ചില സീൻസ് കാണുമ്പോൾ നമുക്ക് കാണാൻ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പോകും, പിന്നെ ഇടയ്ക്കൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകും, പിന്നെ ഒന്ന് വെള്ളം കുടിക്കാൻ പോകും, മൂത്രമൊഴിക്കാൻ പോകും. അവസാനം വെള്ളയ്ക്ക് കൊണ്ടുവച്ചെന്നു. പക്ഷെ എന്നാലും പിന്നെ ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റഡി ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഓർമ്മയുള്ള ഒരു മെമ്മറി എന്താണ്? ഈ റെയിൻ കോട്ട് ഇട്ട് നടന്ന കാര്യം. അതെൻ്റെ തെറ്റല്ല, അച്ഛൻ്റെ തെറ്റാണ്. എന്തായിരുന്നു സംഭവം? ഇപ്പോഴും പിന്നെ പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞോളൂ, ഞാൻ അമ്മയില് പറയണ്ടേ. നല്ല 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് റെയിൻ കോട്ട് ആവശ്യപ്പെട്ടിരുന്നു ജൂണിൽ. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഓട്ടോറിക്ഷ ഇറങ്ങുന്ന ആൾക്ക് റെയിൻ കോട്ട് ആവശ്യമില്ല, കുടണ്ട്, അത് മതിയെന്ന് വിചാരിച്ച് ആദ്യം വാങ്ങിക്കൊടുത്തില്ല. പിന്നെ അങ്ങനെ വാശി പിടിച്ച് അത് വാങ്ങിക്കാനൊക്കെ വൈകി. അവസാനം വാങ്ങിക്കിട്ടിയപ്പോൾ മാർച്ചൊന്നും ആയിട്ടില്ല. വാങ്ങിക്കിട്ടിയപ്പോഴേക്ക് ആ നല്ല മഴ മാറിയിട്ടുള്ള ദിവസമാണ് അത് വാങ്ങിക്കിട്ടിയത്. അപ്പോൾ അന്ന് അത് കൊണ്ടുപോയി PET പീരീഡ് ലഞ്ച് കഴിക്കുന്ന സമയത്ത് അന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് റെയിൻ കോട്ടൊക്കെ ഇറങ്ങി ഗ്രൗണ്ടിൽ ഓടി കളിച്ച് ചുമ്മാ കേട്ടോ, അങ്ങനെയല്ല. അന്ന് ഞാൻ എന്താ പറയാ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഈ പറഞ്ഞതുപോലെ റെയിൻ കോട്ട് വളരെയധികം ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നത് കണ്ട് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ വാങ്ങി വന്നപ്പോഴേക്ക് ഒരു 2-3 മാസം കഴിഞ്ഞു. എനിക്കാണെങ്കിൽ അത് ഇടാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ ഞാൻ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു മഴയൊക്കെ മാറിയില്ലേ മുകളിലെടുത്ത് വെക്കാമെന്ന്. അപ്പം അങ്ങനെ അല്ലാതെ അവിടെ നിന്നൊക്കെ ഞാൻ എടുത്ത് ബാഗിൽ വെച്ച് കൊണ്ടുപോയതായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെല്ലടിച്ചത് റെയിൻ കോട്ടൊക്കെ ഇട്ടു. നല്ല പുറത്ത് പൊരിഞ്ഞ വെയിലായിരുന്നു. ഇത് കൈ കഴുകാൻ വേണ്ടി പോയി. അപ്പോഴേ PT സാറിനെ നോട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ റെയിൻ കോട്ട് ഇട്ടായി എൻ്റെ കളി, മറ്റേ ഓടിക്കളിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ PT സാറിനെ പൊക്കി. നമുക്ക് പ്രാന്താണോ അതായിരുന്നു ആ കാര്യം. ഇടയ്ക്കൊക്കെ ഞാൻ ഓർമ്മിക്കാറുണ്ട്. അതമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാം, അത്ര തന്നെ അന്തൊന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ജംഷിയാണ് ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഇത്രയും ബോൾഡ് ആൻഡ് മെച്ചുവറായി ഐശ്വര്യ വളർത്തിയത്? ഞാൻ മെച്ചുവറായോ? മെച്ചുവാരിറ്റി അത്ര അധികം ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വീട്ടിലെ പ്രകൃതങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര മെച്ചുവറായിട്ടില്ല. പക്ഷെ ബോൾഡാണ്. എന്ത് കാര്യം പറയേണ്ട സ്ഥലത്ത് പറയാനുള്ളൊരു ധൈര്യം ഉണ്ട്. അത് പിന്നേക്ക് മാറ്റി വയ്ക്കുക. ഓൺ ദ സ്പോട്ട് അവന് പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കും. എനിക്കൊന്നും തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം പറ്റാത്ത വന്നു കഴിഞ്ഞാൽ അത് പറയണോ പറയണ്ടേ എന്നൊക്കെ ആലോചിച്ച് വളരെയധികം ചിന്തിച്ചതിന് ശേഷം മറുപടി പറയാറുള്ളൂ. ഇത് പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് പറയുകയോ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അത് കുറച്ചൊക്കെ അവളുടെ അച്ഛൻ്റെ ഒരു രീതിയാണ്. രീതിയാണ്. അച്ഛനും അതുപോലെയാണ്. അങ്ങനെ ആലോചിച്ച് വയ്ക്കാറൊന്നുമില്ല, എടുത്തു വയ്ക്കാറൊന്നുമില്ല. പറയേണ്ട സമയത്ത് തന്നെ കൃത്യമായിട്ട് പറയും. അങ്ങനെയുള്ളത് നല്ലതാണ്. കാരണം അവർക്കതൊരു പ്രയാസം ഉണ്ടാവില്ല. ഈ എന്നെപ്പോലുള്ളവർക്ക് അത് പറയേണ്ട സമയത്ത് പറയാത്തതുകൊണ്ട് അത് മനസ്സിലിങ്ങനെ ഒരു പ്രയാസമായിട്ട് പലപ്പോഴും കിടക്കും. പിന്നെ ഇങ്ങനെ അത് ഓർമ്മയിൽ വരും. അതിൽ നല്ലത് അമ്മ പറയേണ്ട പല കാര്യങ്ങളും വലുതായി 10ാം ക്ലാസ് 11ാം ക്ലാസ് എത്തിയിട്ട് ഞാനാണ് അവരെടുത്ത് പറഞ്ഞു തുടങ്ങിയത് അമ്മയ്ക്ക്. പക്ഷെ ചില ആൾക്കാർക്ക് അത് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ അല്ല അങ്ങനെ അങ്ങനെ പറയരുത് എന്നുള്ള രീതി. ഇപ്പൊ എന്നെ അമ്മ ട്രെയിൻ ചെയ്തതൊന്നും അല്ല കേട്ടോ അങ്ങനെ പറയാൻ വേണ്ടി. അല്ല, ട്രെയിൻ ചെയ്തതല്ല. അങ്ങനെ ആ ഒരു രീതി അവിടെ അച്ഛൻ്റെ ഒക്കെ രീതി കുറച്ചൊരു രീതിയിൽ വന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പ്ലീസിങ് ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ചില ആൾക്കാർ ചില കാര്യങ്ങൾ എനിക്കിങ്ങനെ ഭയങ്കര ഷുഗർ കോട്ടഡ് ആയിട്ട് സംസാരിക്കാൻ വലിയ കഴിവില്ല.
പക്ഷെ ചില കാര്യങ്ങളോട് മറുപടി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഒരു പ്ലസൻ്റ് ആയിട്ട് പറയണം എന്ന് വിചാരിച്ച് കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ ഓരോ കൊല്ലം പുതിയ സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവമൊക്കെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഇപ്പം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് പ്ലസൻ്റ് ആയിട്ട് വർത്തമാനം പറയാൻ. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഞാൻ നേരത്തെ അമ്മ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് അമ്മ അടുത്ത് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഈ ഒരു Q&A ചെയ്യുന്നതിൻ്റെ മുന്നേ. അപ്പോൾ അമ്മയുടെ മറുപടി എന്തായിരുന്നു, ഞാൻ ഒന്ന് പറയും ഓള് മറ്റൊന്ന് ചെയ്യും. അപ്പം അങ്ങനെയാണ് അവൾ ബോൾഡായത് അല്ലേ? അങ്ങനെ വളർന്നു വന്നപ്പോൾ ഈ ബോൾഡായി. ബോൾഡായി. അപ്പോൾ അത്രയൊക്കെയാണുള്ളൂ. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള സമയമായിട്ടുണ്ട്, 1:45. അപ്പോൾ ഇത്രയും വലിയൊരു വീഡിയോയ്ക്ക് ഇത്രയും നേരം എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചതിൽ ഞാൻ അമ്മേനോട് നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു അമ്മ നന്നായിട്ട്, അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മ എങ്ങനെ വർത്താനം പറയാം, അമ്മയ്ക്ക് ഇത്ര വർത്താനം പറയാൻ പറ്റുമെന്നുള്ളതൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര കിടിലമായിട്ട് വർത്താനം പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ചിറ്റ് വീഡിയോ അല്ലെങ്കിൽ Q&A വീഡിയോനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും ഇനി എടുത്ത് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം. തനി മലയാളി. തനി മലയാളി. ബൈ ബൈ.